ഹലോ നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിൽ ഒരു ചെറിയ റൂമുണ്ട്. ചെറിയ റൂം എന്ന് പറയുമ്പോഴത്തേക്ക് 50 സ്ക്വയർ മീറ്റർ അല്ലെങ്കിൽ 60 സ്ക്വയർ മീറ്റർ തൊട്ട് 80 സ്ക്വയർ മീറ്റർ ചുറ്റളവിൽ നിങ്ങളുടെ ഒരു റൂമുണ്ട്. അത് റോഡിന്റെ സൈഡിലാണെങ്കിൽ വളരെ മെച്ചമാണ്, വളരെ നല്ലതാണ്. അങ്ങനെയുള്ള ഏരിയയിൽ നിങ്ങൾക്ക് SBIയുടെ ഒരു ATM നിങ്ങൾക്ക് അവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് നിങ്ങൾക്ക് അതിനുള്ള ഏതെല്ലാം കാര്യങ്ങളാണ് വേണ്ടത് എന്നുള്ളത് ഒരു കാര്യമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം ഇതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് നിങ്ങൾക്ക് ഒരു റൂം ഉണ്ടായിരിക്കണം. ആ റൂം 60 സ്ക്വയർ ഫീറ്റ് തൊട്ട് 80 സ്ക്വയർ ഫീറ്റ് വരെ ഉള്ള ഒരു റൂമായിരിക്കണം. അതിനകത്ത് നമ്മൾ ATM ഫിറ്റ് ചെയ്യണം. അപ്പം ഇതെങ്ങനെയാണ് ATM കൊണ്ട് രക്ഷപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. നമുക്ക് അധികം പ്രഷർ ഇല്ലാതെ നമുക്ക് അതായത് നമ്മുടെ റെപ്യൂട്ടഡ് കമ്പനിയായ SBIയുമായിട്ട് ടൈപ്പ് ആകുകയാണ്. അവരുടെ ഫ്രാഞ്ചൈസിയാണ് അവരുടെ ATM ആണ്. ബാങ്ക് നമുക്ക് അത് ഇൻസ്റ്റാൾ ചെയ്തു വരും. അപ്പം അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ നമ്മൾ ഇടപെടുമ്പോൾ നമുക്ക് വളരെ ഏർണിംഗ് അതിൽ നിന്നുണ്ടാകും. അപ്പം അതിന്റെ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കുറച്ച് പൈസയുണ്ട്. ഒരു ടോട്ടൽ ക്യാപിറ്റൽ എമൗണ്ട് എന്ന് പറയുമ്പോൾ ഒരു 5 ലക്ഷം രൂപ നിങ്ങൾ എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കണം. ഈ 5 ലക്ഷം രൂപ കൊണ്ട് നിങ്ങൾക്ക് ഈ കാര്യം നടത്താൻ പറ്റും. പക്ഷെ ഇതിൽ നിന്ന് കിട്ടുന്ന ഏണിങ് അത് റെപ്യൂട്ടഡ് കമ്പനിയുമായിട്ടുള്ള നമ്മുടെ ഒരു ടൈപ്പാണ്. അപ്പം ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിനെ പറ്റി നമുക്കൊരു ചിന്ത വേണം. നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ATM നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു സ്ഥലം അല്പം റഷുള്ള സ്ഥലമായിരിക്കണം. റോഡ് സൈഡിലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്യണം. ATM അതായത് നമ്മൾ ആദ്യം ഒരു 5 ലക്ഷം രൂപ ഇനിഷ്യൽ നമ്മൾ ചെലവാക്കേണ്ടി വരും. അല്ലെങ്കിൽ 5 ലക്ഷം രൂപ ഇനിഷ്യൽ നമ്മൾ ചെലവാക്കേണ്ടി വരും. പക്ഷെ ആ ചെലവാക്കുന്നതുകൊണ്ട് നമുക്ക് വളരെ മെച്ചമായിട്ട് പിന്നെ നിങ്ങൾക്ക് മാസം ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം എന്ന് പറയുമ്പോഴത്തേക്ക് 50,000, 60,000, 80,000, ചിലപ്പോൾ 1 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് വരുമാനം കിട്ടാൻ സാധ്യതയുണ്ട്. ട്രാൻസാക്ഷൻ നടക്കുന്നതിന്റെ അനുസരിച്ചാണ് നിങ്ങൾക്ക് ഇതിന്റെ വരുമാനം കിട്ടുന്നത്. ക്യാഷ് ട്രാൻസാക്ഷൻ കൂടുതലായിരിക്കും, അത് കണക്ക് തന്നെ നോൺ ക്യാഷ് ട്രാൻസാക്ഷൻ കുറവായിരിക്കും. അപ്പം അതിന്റെ ഏതൊക്കെ കാര്യങ്ങളാണ്, എന്തെല്ലാമാണ്. അപ്പൊ ATM എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഞാൻ SBIയുടെ മാത്രമാണ് പറയുന്നത്. SBI ATM അല്ലാതെ ഹിറ്റാച്ചി ATM ഇപ്പം വളരെ ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഹിറ്റാച്ചി ATM എന്ന് പറയും. ഹിറ്റാച്ചി ATM എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് നമ്മുടെ ഫോൺ പേ, ഗൂഗിൾ പേയിലൂടെ നമുക്ക് പൈസ അതിനകത്ത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അത് കണക്ക് തന്നെ അവിടുന്ന് വിഡ്രോ ചെയ്യാനും പറ്റും. അപ്പം ATM എന്ന് പറഞ്ഞാൽ വളരെ ഒന്നുകൂടി നമ്മൾ വിചാരിക്കും ഓൺലൈൻ ട്രാൻസാക്ഷൻ തുടങ്ങി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ തുടങ്ങിയോണ്ട് ATM ഡൗൺ ആവും. ATM കൂടിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. ATMന്റെ കാര്യം എത്ര നമ്മൾ ഓൺലൈൻ അല്ലെങ്കിൽ ഗൂഗിൾ പേ, നമ്മുടെ ഫോൺ പേ ഒക്കെ ഓൺലൈനായിട്ട് പേയ്മെന്റ് ചെയ്യും അല്ലെങ്കിൽ കിട്ടുമെന്ന് പറഞ്ഞാലും പലപ്പോഴും നമുക്ക് ക്യാഷിന്റെ ആവശ്യം വരും. അപ്പം നിങ്ങൾ ഒരു വഴിയുടെ സൈഡിലാണ്, നല്ല രക്ഷയുള്ള ഒരു വഴിയുടെ സൈഡിലാണ്, ഒരു മാർക്കറ്റിന്റെ ഉള്ളിലാണ് നിങ്ങളുടെ വീട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു വാടകയ്ക്ക് ഒരു റൂം എടുത്ത് ഈ ഒരു സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ, അതായത് 60 തൊട്ട് 80 സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ ഒരു റൂം കിട്ടുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ ഇച്ചിരി മുടക്കാൻ പൈസയുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റിയ ഒരു ബിസിനസ്സാണ്, ചെറിയ ബിസിനസ്സാണ്. അതായത് നമുക്ക് ഒരു പ്രഷറുമില്ല. നമുക്ക് അതിന്റെ പൈസ കിട്ടുമോ, പൈസ പോവുമോ, നഷ്ടം വരുമോ. തീർച്ചയായും നമുക്ക് ഒരു കാര്യം നമ്മൾ ചിന്തിച്ചിരിക്കണം, അവിടെ ആൾക്കാർ വരുമോ, അല്ലെങ്കിൽ ആൾക്കാർ പോക്കുവരവുണ്ടോ, വണ്ടികൾ പോകുന്നുണ്ടോ. അപ്പം ആ ഒരു സൈഡിൽ പോകുന്നവർ വന്ന് ബാക്കിയുള്ള കാര്യം ATM ഇപ്പൊ കുറവായി. എന്റെ വീട്ടിൽ നിന്ന് ഞാൻ 4 കിലോമീറ്റർ ദൂരെ പോയാൽ ATM പൈസ എടുക്കാൻ പോകുന്നത്. അപ്പൊ അവിടെ ഒരു ATM വേണം. പക്ഷെ എനിക്കതിനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ട് ഞാനത് ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല. അപ്പം ആ ഒരു രീതി നിങ്ങൾ നോക്കണം. അപ്പൊ നമുക്ക് അതിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങൾ എന്റെ ഈ ചാനലിൽ ആദ്യമാണെങ്കിൽ, എന്റെ വീഡിയോ ആദ്യമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം. ഇത് കണക്കുള്ള സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനുള്ള, സ്വയം ബിസിനസിന്റെ അല്ലെങ്കിൽ ഇതിന്റെ നമ്മുടെ റിക്രൂട്ട്മെന്റിന്റെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഇടയ്ക്കിടയ്ക്ക് മാറി മാറി ഞാൻ എന്നും ഓരോ വീഡിയോ ഇടുന്നതാണ്. അത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. അപ്പൊ ഈ ATMന്റെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ ബിസിനസ് ചെയ്യുന്നില്ലെങ്കിൽ തന്നെ നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണുവാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് അതിനെപ്പറ്റി ഒരു ചെറിയ നോളേജ് കിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ. ഈ SBI ATM
അത് എങ്ങനെ നമുക്ക് നമ്മുടെ വീടിനകത്ത് വെക്കാൻ പറ്റും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ആരോടും ചോദിക്കാതെ എങ്ങും പോകാതെ നിങ്ങളുടെ മുന്നിൽ തന്നെ അവതരിപ്പിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾ ATM ഇത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനുള്ള ഒരു വഴി നിങ്ങൾ കാണുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിന്റെ ഒരു നോളജ് എങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോ മൊത്തം കാണണമെന്നുള്ള ഒരു അഭ്യർത്ഥനയോടുകൂടി നമുക്ക് അതിന്റെ കാര്യങ്ങളിലേക്ക് കടക്കാം. SBI ATMന്റെ ഫ്രാഞ്ചൈസി അല്ലെങ്കിൽ SBI ATM എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. ആദ്യമായിട്ട് നമ്മുടെ ഏരിയ റിക്വയർമെന്റ്, പിന്നെ രണ്ടാമത്തെ കാര്യം ഹൗ മച്ച് കോസ്റ്റ് വിൽ ബി ഇൻകേർഡ്, ഇതിന് എന്തുമാത്രം കോസ്റ്റ് നമുക്ക് വരും, ഒരു ടോട്ടൽ കോസ്റ്റ് എത്ര വരും. അതുകൂടാതെ വാട്ട് ആർ ദ ഡോക്യുമെന്റ്സ് റിക്വയർഡ്, ഇത് നമ്മൾ ഇപ്പൊ ATM ഉണ്ടാക്കണമെങ്കിൽ ബാങ്കിൽ നമ്മൾ ഡോക്യുമെന്റ്സ് കൊടുക്കണം, അതെന്തൊക്കെ ഡോക്യുമെന്റ്സ് ആയിരിക്കണം. പിന്നെ വാട്ട് ആർ ദ ബെനിഫിറ്റ്, പ്രോഫിറ്റ് ഏണിങ്, ഇത്രയൊക്കെ നമ്മൾ ചെയ്ത് നമ്മൾ ഡോക്യുമെന്റ്സ് കൊടുത്ത് നമ്മൾ ATM ഇത് പൈസ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ബാങ്ക് ATM ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്ത് ഇൻകം കിട്ടും, ഒരു പ്രോഫിറ്റ് ആണോ, ലോസ് വരാൻ സാധ്യതയില്ല, നമുക്ക് അതിൽ നിന്ന് പ്രോഫിറ്റ് ആണോ കിട്ടുന്നത്, അത് എത്രമാത്രം കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് സംസാരിക്കുന്നത്. അപ്പം SBI ATMനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. SBI ബാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും നമ്പർ 1 ബാങ്കാണ്, ഗവൺമെന്റ് ബാങ്കാണ്, നാഷണലൈസ്ഡ് ബാങ്കാണ്, നമ്പർ 1 ബാങ്കാണ്. അപ്പൊ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, മെയിൻ ആയിട്ട് ഇതിനകത്ത് 60 സ്ക്വയർ ഫീറ്റ് തൊട്ട് 80 സ്ക്വയർ ഫീറ്റ് ഒരു ചുറ്റളവിലുള്ള ഒരു റൂം നിങ്ങളുടെ ഉണ്ടായിരിക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് 100 മീറ്റർ ചുറ്റളവിൽ അല്ലെങ്കിൽ ഇതിന്റെ നിന്ന് ഒരു 100 മീറ്റർ ഡിസ്റ്റൻസിൽ വേറെ ഏതെങ്കിലും കമ്പനിയുടെ ആയിക്കോട്ടെ ബാങ്കിന്റെ ആയിക്കോട്ടെ ATM ഉണ്ടായിരിക്കാൻ പാടില്ല. അങ്ങനെ 100 മീറ്റർ ഡിസ്റ്റൻസിൽ ഏതെങ്കിലും ATM ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ATMന്റെ സാങ്ഷൻ കിട്ടത്തില്ല. 100 മീറ്റർ ഡിസ്റ്റൻസിൽ വേറെ ATM ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ATM ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അത് കണക്ക് തന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് നല്ലൊരു വരുമാനം കിട്ടും, മന്ത്ലി നല്ലൊരു വരുമാനം നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ ആരുടെ മുന്നിൽ പോകട്ടെ, നിങ്ങൾക്ക് ആദ്യം ഒരു 5-5.5 ലക്ഷം രൂപ നിങ്ങൾ മുടക്കേണ്ടി വരും. പക്ഷെ അവിടെ ലോസ് എന്ന് പറയുന്ന കാര്യമേ ഇല്ല. നല്ല റഷുള്ള ഏരിയ ആണെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെ ATM കിട്ടത്തുള്ളൂ. ATM അവർ സാങ്ഷൻ ബാങ്ക് തരുന്നതും അങ്ങനെയുള്ള ഏരിയയിലായിരിക്കും. നമ്മളെ കണക്ക് തന്നെ ബാങ്കും അവരുടെ ആഗ്രഹമാണ് കൂടുതൽ ട്രാൻസാക്ഷൻ നടക്കാൻ, കാര്യം അവർക്കും അതിൽ നിന്നുള്ള ഇൻകം ആയിരിക്കും. അപ്പം അതുകൊണ്ട് നിങ്ങൾ റോഡ് സൈഡിൽ അല്ലെങ്കിൽ റഷുള്ള മാർക്കറ്റിനിടയിൽ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലാണ് കൂടുതൽ നിങ്ങൾ കണ്ടിരിക്കുന്നത്. അത് കണക്ക് തന്നെ നമുക്കുള്ള സ്ഥലങ്ങളും അതുപോലെയുള്ളവയായിരിക്കണം. കാര്യമാണെന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ കറണ്ട് കണക്ഷൻ ഉണ്ടായിരിക്കണം, പവർ കണക്ഷൻ ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ, നിങ്ങൾക്ക് ഡിപ്പോസിറ്റ് ആയിട്ട്, നിങ്ങൾക്ക് സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് ആയിട്ട് 2 ലക്ഷം രൂപ നിങ്ങൾക്ക് ഡിപ്പോസിറ്റ് ആദ്യം ഇതിന് കൊടുക്കേണ്ട ബാങ്കിൽ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടി വരും. ഈ 2 ലക്ഷം രൂപ നിങ്ങൾക്ക് റീഫണ്ടബിൾ ആണ്. 3 ലക്ഷം രൂപ എന്ന് പറയുന്നത്, അതാ ഞാൻ 5 ലക്ഷം ആദ്യം പറഞ്ഞു, 2 ലക്ഷം ഇത് ഡെപ്പോസിറ്റ് നിങ്ങൾ കൊടുക്കണം. അതുകൂടാതെ 3 ലക്ഷം എന്ന് പറയും, 3 ലക്ഷം രൂപ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലാണ്. നമുക്ക് ഇതിന്റെ ബിസിനസ് തുടങ്ങുക എന്ന് പറഞ്ഞാൽ ATMൽ നമ്മൾ ആ പൈസ അവിടെ ഡിപ്പോസിറ്റ് ചെയ്യുമ്പോഴത്തേക്കാണ് അത് ആൾക്കാർ വന്ന് അത് എടുക്കുന്നത്. ATMൽ നമ്മൾ ആ പൈസ അത് റെഡിയാക്കി വെക്കണം. അപ്പം മറ്റുള്ളവർ വന്ന് ട്രാൻസാക്ഷൻ ചെയ്യും. അപ്പോഴത്തേക്ക് 2, 3, 5 ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ ഇതിന് വേണ്ടിയിട്ട് ക്യാഷ് ആയിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. പിന്നെ അതുകൂടാതെ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് എല്ലാം ക്ലിയർ ആയിരിക്കണം. ബാങ്കിന്റെ നോംസ് അനുസരിച്ചുള്ള എല്ലാ ഡോക്യുമെന്റ്സും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കും. നിങ്ങളുടെ പ്രോപ്പർട്ടി ആണെങ്കിൽ നിങ്ങളുടെ പേരിലുള്ള രജിസ്ട്രി ഉണ്ടായിരിക്കണം. അല്ല റെന്റിലാണെങ്കിൽ ആ ഡോക്യുമെന്റ് ലീസ് എഗ്രിമെന്റ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ റെന്റ് എഗ്രിമെന്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾ ഈ 3 ലക്ഷം ഡിപ്പോസിറ്റ് ചെയ്ത് ട്രാൻസാക്ഷൻ അനുസരിച്ച് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ വന്നുകൊണ്ടിരിക്കുക. അതിന്റെ കമ്മീഷൻ അതിന്റെ പിന്നത്തേക്ക് വെക്കുന്ന പരിപാടിയിൽ ബാങ്കിന്റെ ഒരു ട്രാൻസാക്ഷൻ ആണ്. അപ്പം ഓരോ ട്രാൻസാക്ഷൻ നടക്കുന്ന അനുസരിച്ച് നിങ്ങളുടെ ബാങ്കിൽ അക്കൗണ്ടിൽ പൈസ വന്നുകൊണ്ടിരിക്കും. പിന്നെ നിങ്ങളുടെ ഓപ്പറേഷൻ കോസ്റ്റ് എന്ന് പറയുന്ന 3 ലക്ഷം ഞാൻ പറഞ്ഞു, അപ്പം ഒരു 5 ലക്ഷമായി. ഇതുകൂടാതെ സെക്യൂരിറ്റി ഗാർഡ് അവിടെ ഉണ്ടായിരിക്കും. ATMൽ സെക്യൂരിറ്റി ഗാർഡ് ഉണ്ടായിരിക്കണം. അതുകൂടാതെ ഹൗസ് കീപ്പിംഗ് ഉണ്ടായിരിക്കണം. കാര്യം തൂത്ത് വൃത്തിയൊക്കെ ആക്കണം ATM എന്നുമില്ലെങ്കിൽ ചില ATMലൊക്കെ പട്ടി കിടക്കുന്ന ATM ഉണ്ട്, പട്ടി കയറി കിടക്കുന്ന ATM ഉണ്ട്.
അപ്പം പക്ഷേ നമ്മുടെ ഒരു ATM എന്ന് പറയുമ്പോഴത്തേക്ക് ക്ലിയർ ആയിരിക്കണം, നല്ല മനുഷ്യൻ കണ്ടാൽ അതിനകത്ത് കയറി പൈസ എടുക്കാൻ തോന്നണം. കാറിൽ പോകുന്നവരൊക്കെ നിർത്തിയിട്ട് പൈസ അവിടുന്ന് എടുക്കണം. അപ്പം അത്രയും ഒരു വിപുലീകരിച്ച ഒരു നല്ലൊരു നല്ലൊരു സെറ്റപ്പിൽ നമുക്ക് ഉണ്ടാക്കണം. അപ്പം ഇതാണ്, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും നല്ല വരുമാനമാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഇനി ഇതിന് വേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ്? ഡോക്യുമെന്റ്സ് എന്ന് പറയുമ്പോൾ 2 തരത്തിലുള്ള ഡോക്യുമെന്റ്സ് ആണ് ഇതിൽ വരുന്നത്. ഒന്ന് നിങ്ങളുടെ പേഴ്സണൽ ഡോക്യുമെന്റ്സ്, രണ്ടാമത് നിങ്ങളുടെ ആ പ്രോപ്പർട്ടിയുടെ ഡോക്യുമെന്റ്സ്. ഇങ്ങനെയാണ് 2 ഡോക്യുമെന്റ്സ് വരേണ്ടത്. പേഴ്സണൽ ഡോക്യുമെന്റ് ഏതൊക്കെ വേണമെന്ന് ചോദിച്ചാൽ ആധാർ കാർഡ് വേണം, പാൻ കാർഡ് വേണം, വോട്ടർ ID വേണം, അഡ്രസ് പ്രൂഫ് വേണം, റേഷൻ കാർഡ് വേണം, ഇലക്ട്രിസിറ്റി ബിൽ വേണം, ബാങ്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ നിങ്ങളുടെ അതിനകത്ത് പൈസ വരത്തില്ല. ബാങ്ക് അക്കൗണ്ട് വേണം, അക്കൗണ്ട് നമ്പർ വേണം, അത് കണക്ക് തന്നെ ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്ക് വേണം, നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് വേണം, നിങ്ങൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇമെയിൽ ID വേണം, അത് കണക്ക് തന്നെ നിങ്ങളുടെ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ നമ്പർ വേണം. ഇനി നിങ്ങൾ പ്രോപ്പർട്ടി ഡോക്യുമെന്റ്സിനെ പറ്റി പറയുമ്പോഴത്തേക്ക് പ്രോപ്പർട്ടി ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ പ്രോപ്പർട്ടി ഡോക്യുമെന്റ്സ് രജിസ്ട്രി അല്ലെങ്കിൽ ടൈറ്റിൽ അഡ്രസ്സോട് കൂടിയുള്ള രജിസ്ട്രി നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നു. റെന്റ്, ലീസ്, ഇനി നിങ്ങൾ റെന്റിലെടുത്ത ഇത് നടത്തുന്നെങ്കിൽ റെന്റ് ലീസ് എഗ്രിമെന്റ് അല്ലെങ്കിൽ NOC അതിന്റെ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ഈ ഡോക്യുമെന്റ്സ് എല്ലാം കംപ്ലീറ്റ് ആണെങ്കിൽ പിന്നെ ഇതിന് താമസിക്കത്തില്ല. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ബാങ്ക് അവിടുന്ന് നിങ്ങൾക്ക് അതിനുള്ള അലോക്കേഷൻ തരുന്ന ആൾക്കാർ വന്ന് ഇൻസ്റ്റാൾ ചെയ്യും. അത് ATM അവിടെ എങ്ങനെയാണ് ഇതിന് അപ്ലൈ ചെയ്യുന്നത്? നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങൾ SBI, നിങ്ങളുടെ അടുത്തുള്ള SBI ബ്രാഞ്ചിൽ പോയി കോൺടാക്ട് ചെയ്യുക. എനിക്കിങ്ങനെ ഒരു സ്ഥലമുണ്ട്, ഒരു ഷോപ്പുണ്ട്, അതിനകത്ത് ഞാൻ ATM ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ അവര് നിങ്ങൾക്ക് അവിടെ നിന്ന് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. ഇല്ല ഇനി നമ്മൾ ബാങ്കിൽ പോകുന്നില്ലെങ്കിൽ തേർഡ് പാർട്ടി ഉണ്ട്, ഒരുപാട് ഏജൻസികളുണ്ട് ATM നമുക്ക് വെച്ച് ചെയ്യുന്നത്. അതൊക്കെ റെപ്യൂട്ടഡ് കമ്പനികളാണ്, അവിടെ കൽപ്പീരൊന്നുമില്ല, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ സെവറൽ കമ്പനീസ് ആർ പ്രൊവൈഡിങ് ATM മെഷീൻ. നിങ്ങൾ ഒരുപാട് കമ്പനികളുണ്ട് ATM മെഷീൻ നമുക്ക് പ്രൊവൈഡ് ചെയ്തു വരുന്നത്. ഒന്നാണ് ടാറ്റ ഇൻഡിക്കാഷ് എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ കണ്ടു കാണും, ടാറ്റ ഇൻഡിക്കാഷിന്റെ ATM. അത് കണക്ക് തന്നെ ഇന്ത്യ വൺ ATM ഉണ്ട്. അപ്പം ഈ 2 കമ്പനികളാണ് മെയിൻ ആയിട്ട് നമ്മുടെ കേരളത്തിൽ നോക്കിയാൽ ടാറ്റ ഇൻഡിക്കാഷ് ഉണ്ട്, ഇന്ത്യ വൺ ATM ഉണ്ട്. ഇതിന്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഏണിങ്, നമ്മളിനി ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മുടെ ഓക്കെയാണ്, നമ്മൾ ATM പ്രൊവൈഡ് ചെയ്ത് അല്ലെങ്കിൽ ബാങ്ക് പ്രൊവൈഡ് ചെയ്ത് അതിൽ നിന്ന് നമുക്ക് എന്തുമാത്രം നമുക്ക് ഏണിങ് കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് എന്താണ്? നമ്മൾ 5 ലക്ഷം അല്ലെങ്കിൽ 5.5 അല്ലെങ്കിൽ 6 ലക്ഷം നമ്മൾ മുടക്കിയിട്ടായിരിക്കുന്നത്. അപ്പം അതിൽ നിന്നുള്ള പ്രോഫിറ്റ് എന്താണ്? ലോസ് വരാൻ സാധ്യതയില്ല. അപ്പം പ്രോഫിറ്റ് എന്താണ്? എവരി ക്യാഷ് ട്രാൻസാക്ഷൻ, നിങ്ങൾ ക്യാഷ് എടുക്കുകയാണെങ്കിൽ ഒരു ക്യാഷിന്റെ ട്രാൻസാക്ഷന് അത് 10,000. അതുകൊണ്ട് ബാങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ATM ചെല്ലുമ്പോഴത്തേക്ക് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അതായത് 10,000 രൂപയിൽ കൂടുതൽ എടുക്കണമെങ്കിൽ നിങ്ങൾ 2 ട്രാൻസാക്ഷൻ ചെയ്യണമെന്ന്. ഇത് SBIയുടെ സ്വന്തം ATM ആണെങ്കിൽ അവിടെ എനിക്ക് തോന്നുന്നു 20,000 30,000 ഒക്കെ അതിന്റെ കാർഡിന്റെ അനുസരിച്ച് ആ ഒരു ഫെസിലിറ്റി അനുസരിച്ച് എടുക്കാൻ പറ്റുമായിരിക്കും. ഇത് കണക്കുള്ള തേർഡ് പാർട്ടി ചെയ്യുന്ന ഈ ATMൽ നിങ്ങൾക്ക് 10,000, അത് 10,000 എന്ന് പറഞ്ഞാൽ അത് ആര് ATM പ്രൊവൈഡ് ചെയ്യുന്ന അവരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമുക്ക് ഒരു 50,000 എടുക്കാം, നമ്മുടെ കാർഡിന് ബെനിഫിറ്റ് ഉണ്ട് നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ നമുക്ക് എലിജിബിളാ നമുക്ക് 50,000 അല്ലെങ്കിൽ 1 ലക്ഷം എടുക്കാൻ. പക്ഷെ നമ്മൾ 1 ലക്ഷം എടുക്കണമെങ്കിൽ 10,000ന്റെ 10 ട്രാൻസാക്ഷൻ ചെയ്യണം. അപ്പൊ 10 ട്രാൻസാക്ഷൻ ചെയ്യുമ്പോഴത്തേക്ക് ഒരു ക്യാഷ് ട്രാൻസാക്ഷന് നിങ്ങൾക്ക് 8 രൂപയാണ് കിട്ടുന്നത്. അപ്പൊ ഒരു 10 ട്രാൻസാക്ഷൻ ചെയ്യുമ്പോഴത്തേക്ക് 80 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ വരും. അതുകൊണ്ടാണ് 10,000ന്റെ ട്രാൻസാക്ഷൻ ലെവൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നോൺ ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ചിലർ ബാലൻസ് നോക്കും, അതല്ലാതെ ചിലർ മിനി സ്റ്റേറ്റ്മെന്റ് എടുക്കും. ഇതെല്ലാം നമ്മൾ ATMൽ നിന്ന് നിങ്ങൾക്കറിയാൻ കിട്ടുന്ന കാര്യങ്ങളാണ്. അപ്പം ഇതിന് 2 രൂപ വെച്ചാണ്. ആരെങ്കിലും കയറി ഒന്ന് ബാലൻസ് നോക്കിയാൽ നമ്മുടെ അക്കൗണ്ടിൽ 2 രൂപ വരും. അത് കണക്ക് തന്നെ ആരെങ്കിലും മിനി സ്റ്റേറ്റ്മെന്റ് എടുത്താലും 2 രൂപ വരും. ഇത്രയും ട്രാൻസാക്ഷൻ കൂടുതൽ നടക്കുന്നു, അത്രയും വരുമാനം ഉണ്ടാകും. ഇപ്പം ഞാനിവിടെ പറഞ്ഞ് ടാറ്റ ഇൻഡിക്കാഷ് അല്ലെങ്കിൽ ഇന്ത്യ വൺ ATMൽ നിന്ന് എങ്ങനെ പൈസ എടുക്കാം, തീർച്ചയായിട്ടും അതും വളരെ
ലഘുവായിട്ട് നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. തേർഡ് പാർട്ടി ഞാൻ പറഞ്ഞു, ബാങ്കിൽ ചെല്ലണമെങ്കിൽ നിങ്ങൾ ബാങ്കിൽ ചെന്ന് അപ്ലൈ ചെയ്യുക, ഡയറക്റ്റ് ബാങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തേർഡ് പാർട്ടിയുടെ അവരുടെ വെബ്സൈറ്റ് ഉണ്ട്, ആ വെബ്സൈറ്റിൽ ചെല്ലുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവിടെ കാര്യങ്ങൾ കാണാൻ പറ്റും. ഇത് ഞാൻ കാണിക്കുന്ന ഇന്ത്യ വൺ ATMന്റെ വെബ്സൈറ്റ് ആണ്, ഇന്ത്യ വൺ. ഇതിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സമർപ്പിക്കുക. ആപ്ലിക്കേഷൻ സമർപ്പിക്കുമ്പോഴത്തേക്ക് ഇത് നമ്മൾ ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്, അവരുടെ ഈ ഫോം ഫില്ല് ചെയ്ത് നമ്മൾ സെൻഡ് ചെയ്താൽ മതി. അതെങ്ങനെ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെപ്പറ്റി ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ഫോം നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ഇടുക. അതനുസരിച്ച് ഞാൻ ഈ ഇന്ത്യ വൺ ATM അല്ലെങ്കിൽ ഈ വേറുള്ള ATMിലേക്ക് എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതും അവരുടെ ATM എങ്ങനെ നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്ത് അവർ തരുമെന്നുള്ള കാര്യങ്ങളെ പറ്റി അടുത്ത ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. ഇല്ലെങ്കിൽ തന്നെ അടുത്ത വീഡിയോ ഹിറ്റാച്ചിയുടെ ഉണ്ട്. ഹിറ്റാച്ചിയുടെ വളരെ നല്ല ATM ആണ്. ഞാൻ നേരത്തെ പറഞ്ഞത് കണക്ക് തന്നെ നമുക്ക് ഫോൺ പേ, ഗൂഗിൾ പേ ഒക്കെ കൊണ്ട് അതിനകത്ത് ട്രാൻസാക്ഷൻ നടത്താൻ പറ്റും. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക് ആൾ ഓഫ് യു.